അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിൽ അവിടുത്തെ മദ്ഹുകൾ പാടിപ്പറയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ചരിത്ര സംഭവങ്ങളിലൂടെ യാത്ര പോകാനും വേണ്ടി അബൂദാബി സുന്നി സെൻറ്റർ ഒരുക്കിയ സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ശീർഷകത്തിലുള്ള ഓൺലൈൻ കോഴ്സിൻ്റെ 4ാമത് സീസൺ 21ാമത് എപ്പിസോഡിലാണ് നമ്മളുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കുന്നു. കഅന്നമദ്ദീനു ലൈഫുൻ ഹല്ല സാഹതഹും بكل قرم إلى لحم العدا قرمي يجر بحر خميس فوق صابحتي ترمي بموج من الأبطال ملتطمي من كل منتدبين لله محتسبي يستو بمستأصل للكفر مستلمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധങ്ങൾ കുറിച്ചുള്ള വാർത്തകളിലൂടെയാകുന്നു ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു നമ്മളെ കൊണ്ടുപോകുന്നത്. കഅന്നമദ്ദീനു ലൈഫുൻ ഹല്ല സാഹതഹും. ശത്രുക്കളുടെ മാംസത്തിനായി കൊതിച്ച മുഴുവൻ നേതാക്കളെ സംബന്ധിച്ചിടത്തോളവും അവരുടെ മുറ്റത്തെത്തിയ അതിഥിയായിരുന്നു പരിശുദ്ധ ഇസ്ലാം. ശത്രുമുറ്റത്തേക്ക് അതിഥിയെപ്പോലെയാണ് ഇസ്ലാം കടന്നു ചെന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും ആതിഥ്യമായിരുന്നില്ല അവരെ വരവേറ്റത്. വാളും കുന്തവും അവർക്കു നേരെ വന്നപ്പോൾ അവരും ആയുധമേന്തി എന്നർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൈന്യത്തെക്കുറിച്ച് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു പറയാൻ, അവരുടെ മുറ്റത്തെത്തിയ അതിഥികളായിരുന്നു അവർ. പക്ഷേ അവരെ വരവേറ്റത് ആതിഥ്യമായിരുന്നില്ല, സൽക്കാരമായിരുന്നില്ല. അവരെ ബഹുമാനിക്കാനും അല്ലെങ്കിൽ അതിഥികളോട് കാണിക്കേണ്ടുന്ന മര്യാദകൾ പുലർത്താനും ശത്രുക്കൾ തയ്യാറായില്ല. അതിഥികൾക്ക് കിട്ടിയത് വാളും കുന്തവും അവർക്കു നേരെ തിരിയുകയാണ് ഉണ്ടായത്. ആ സമയത്തിൽ നിർബന്ധിത അവസ്ഥയിൽ അവരും വാളോങ്ങുകയുണ്ടായി. പക്ഷേ ആയുധങ്ങൾ എടുത്തപ്പോൾ ശത്രുക്കൾ തുന്നം പാടുകയും ചെയ്തു. ഇതാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ വരിയുടെ ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനമനുസരിച്ച് സ്വഹാബത്തിൻ്റെ മുറ്റത്തെത്തിയ അതിഥിയായിരുന്നു പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതിഥിയായ ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ സ്വഹാബത്ത് ശത്രുക്കളോട് നഖശിഖാന്തം യുദ്ധം ചെയ്തു എന്നർത്ഥം. ഈ രണ്ട് വ്യാഖ്യാനവും ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ വരികൾക്ക് കാണുന്നുണ്ട് എന്നർത്ഥം. കഅന്നമദ്ദീനു ലൈഫുൻ ഹല്ല സാഹതഹും ബികുല്ലി ഖർമിൻ ഇലാ ലഹ്മിൽ ഇദാ ഖരിമീ.
ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം മാംസത്തിനായി കൊതിച്ച മുഴുവൻ നേതാക്കളെ സംബന്ധിച്ചിടത്തോളവും അവരുടെ മുറ്റത്തെത്തിയ അതിഥിയായിരുന്നു ദീനുൽ ഇസ്ലാം. യജുറു ബഹ്റു ഖമീസിൻ ഫൗഖ സാബിഹതി തർമീ ബിമൗജിൻ മിനൽ അബ്താലി മുൽതതിമി. പഞ്ചമഹാസമുദ്രങ്ങളെപ്പോലെ 5 അശ്വസേനകളാണ് അവരെ നയിച്ചത്. മഹാന്മാരായിരിക്കുന്ന സഹാബത്തിനെ കുറിച്ച് പറയാൻ, ധീരയോദ്ധാക്കൾ തിരമാലകളെപ്പോലെ മുന്നോട്ട് ഗമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാന്മാരായിരിക്കുന്ന സഹാബത്താകുന്ന യോദ്ധാക്കളെക്കുറിച്ച് പറയുകയാണ് ഇവിടെ ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു. കാരണം അവർക്ക് മുമ്പും പിമ്പും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ യുദ്ധത്തിന് പോയാൽ ഞങ്ങളുടെ കുടുംബം എന്താകും, അല്ലെങ്കിൽ ഞങ്ങളുടെ തറവാടെന്താകും, മക്കളെന്താകും, ഭാര്യ വിധവയാകും, മക്കൾ അനാഥകളാകും ഇത്യാദി ചിന്തകളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളിയാളം കേട്ടാണ് അവരുടെ പുറപ്പാട്. അതുകൊണ്ട് യുദ്ധത്തിൽ വിജയിക്കുകയല്ലാതെ മറ്റൊന്നും അവരുടെ അജണ്ടയിലില്ല എന്നതാണ്. യുദ്ധത്തിൽ ധീരധീരം പോരാടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാവുക എന്നതാണ് അവരുടെ ചിന്ത. ഈ ചിന്തയോടുകൂടെ അവർ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് വളരെ വലിയ വിജയം ഉണ്ടായി. അല്ലെങ്കിൽ അവരുടെ നിയ്യത്ത് അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു എന്നതാണ്. പഞ്ചമഹാസമുദ്രങ്ങളെപ്പോലെ 5 അശ്വസേനകളാണ് അവരെ നയിച്ചത്. ധീരയോദ്ധാക്കളാകുന്ന സഹാബത്ത് തിരമാലകളെപ്പോലെ മുന്നോട്ട് ഗമിച്ചുകൊണ്ടേയിരുന്നു. യജുറു ബഹ്റു ഖമീസിൻ ഫൗഖ സാബിഹതി തർമീ ബിമൗജിൻ മിനൽ അബ്താലി മുൽതതിമി മിൻ കുല്ലി മുൻതദിബിൻ ലില്ലാഹി മുഹ്തസിബി യസ്തു ബിമുസ്തഅ്സിലിൻ ലിൽകുഫരി മുസ്തലിമി. അള്ളാഹുവിൻ്റെ പ്രതിഫലം കൊതിച്ച് തിന്മയുടെ വേരറുക്കുന്നതിനായിരുന്നു ശത്രുക്കളോട് അവർ യുദ്ധക്കളത്തിൽ അടരാടിയത്, പോരാടിയത്. ഇവിടെ തിന്മയുടെ വേര് പിഴുതെറിയണം എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം, അവരുടെ നിയ്യത്ത്. ഇവിടെ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ബഹ്റു ഖമീസിൻ ഫൗഖ സാബിഹത്തിൻ എന്ന് പറഞ്ഞു. സൈന്യത്തിലെ മുസ്ലിം പക്ഷത്തുള്ള സൈന്യത്തിലെ 5 നിരകളെയാണ് പഞ്ചമഹാസമുദ്രങ്ങളോട് ഉപമിക്കുന്നത് മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു. അതിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന പടയുണ്ട്, അഥവാ മുന്നണിപ്പട. മധ്യനിരയിലുള്ള പടയുണ്ട്, വലതുപാർശ്വത്തിലുള്ള സൈന്യം, ഇടതുഭാഗത്തുള്ള സൈന്യം, പിന്നണി സൈന്യം അഥവാ പിന്നിൽ നിന്ന് നയിക്കുന്ന സൈന്യം. ഇങ്ങനെ 5 വിഭാഗമായിട്ടായിരുന്നു സഹാബത്തിൻ്റെ സൈന്യം. അതിനെക്കുറിച്ചാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു ബഹ്റു ഖമീസിൻ എന്ന് പറയുന്നത് എന്നാണ് മഹാന്മാരായിരിക്കുന്ന വ്യാഖ്യാതാക്കൾ പറയുന്നത്. വളരെ മനോഹരമായ ഒരു ഉപമയായിട്ടാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ ഉപമ. ആർത്തലച്ചു വരുന്ന തിരമാലകളും പോർവിളിയുടെ മുന്നേറുന്ന സൈന്യങ്ങളും സദൃശ്യങ്ങളായിരിക്കുന്നു എന്നർത്ഥം. ഇസ്ലാമിൻ്റെ യോദ്ധാക്കളുടെ നിയ്യത്തുകളെക്കുറിച്ചാണ് അടുത്ത വരിയിൽ. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് മഹാനാകുന്ന ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, മിൻ കുല്ലി മുൻതദിബി ലില്ലാഹി മുഹ്തസിബി യസ്തു ബി മുസ്തഅ്സിലിൻ ലിൽകുഫരി മുസ്തലിമി.
ഇസ്ലാമിൻ്റെ യോദ്ധാക്കളെ മുന്നോട്ട് നയിക്കുന്ന വികാരം അള്ളാഹുവിൻ്റെ പ്രീതിയാണ് എന്നർത്ഥം. ഈയൊരു പ്രീതിയോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ബദറും ഉഹദും ഖന്തഖും ഒക്കെ അങ്ങനെയാണ് അരങ്ങേറിയിട്ടുള്ളത്. നമുക്കറിയാം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ യുദ്ധക്കളങ്ങളെല്ലാം സ്വന്തം അപ്പുറത്ത് മകൻ നേരെയുണ്ടെങ്കിൽ ഇപ്പുറത്ത് പിതാവ് മകനെ നേരിടുന്നു, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളിയാളം മുഴങ്ങുമ്പോഴത്തേക്ക് മക്കളും പിതാക്കന്മാരും തമ്മിൽ തർക്കമുണ്ടാകുന്ന അവസ്ഥകൾ വരെ ഉണ്ടായി അല്ലേ? സയ്യിദ് ബിൻ ഖൈസമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം. ബദർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങുന്നു. പിതാവും മകനും തമ്മിൽ വലിയ തർക്കമുണ്ടായി. ഞാനാകട്ടെ ആദ്യം പോകേണ്ടത്, അല്ല ഞാൻ പോകാം, നീ ഇവിടെ വീട്ടിലുള്ളവർക്ക് തുണയായി നിൽക്കണം. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ അള്ളാഹുവിൻ്റെ ഒക്കെ പ്രീതി മാത്രമായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൽ നിന്നുള്ള വലിയ പ്രതിഫലം, ഇത് മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം എന്നത്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യോദ്ധാക്കളെക്കുറിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നർത്ഥം. അവർക്ക് ഭാവിയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കാൻ പോകുന്ന വലിയ പ്രതിഫലം മാത്രമാണ് അവരെ നയിച്ചിരുന്നത്. യോദ്ധാക്കളെ മുന്നോട്ട് നയിക്കുന്ന വികാരം അള്ളാഹുവിൻ്റെ പൊരുത്തമായിരുന്നു എന്നാണ്. അസത്യത്തിനെതിരെ അവർ ശക്തിയുക്തം പോരാടി സത്യത്തെ ഇവിടെ നിലനിർത്തണം. അള്ളാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു ഏകനാകുന്നു എന്ന അള്ളാഹുവിൻ്റെ തൗഹീദ് ഇവിടെ നിലനിൽക്കണം. അതിനു വേണ്ടിയായിരുന്നു, സത്യത്തിൻ്റെ സമസ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു അവർ പൊരുതിയത്, ലക്ഷ്യമാക്കുന്നത്. ഭൗതികമായിരിക്കുന്ന സ്ഥാനങ്ങൾ, അല്ലെങ്കിൽ യുദ്ധക്കളത്തിൽ നേതാവാകാം, അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ടെങ്കിൽ സമരാർജിത സമ്പത്ത് കിട്ടും, അത് കുന്നുകൂടി വലിയ വലിയ ആളുകളാകാം. ഈ ഭൗതികമായ, അതുമല്ലെങ്കിൽ ഞാൻ വലിയ യോദ്ധാവാകുന്നു, ഞാൻ വലിയ ആളാകുന്നു എന്നുള്ള രൂപത്തിൽ ഭൗതികമായ എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ, ഇതൊന്നും ഇസ്ലാമിക ധർമ്മസമരത്തിൻ്റെ ലക്ഷ്യമല്ല. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നത് ഇങ്ങനെയാകുന്നു: നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് കുഴപ്പം അവസാനിപ്പിക്കാൻ നിയ്യത്ത് ചെയ്തുകൊണ്ടാണ്. കുഴപ്പം അവസാനിപ്പിക്കാനും അനുസരണം, അഥവാ പടച്ച തമ്പുരാനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ആയിരിക്കണം നിങ്ങളുടെ യുദ്ധത്തിൻ്റെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പം അവസാനിപ്പിക്കുകയും അനുസരണം മുഴുവൻ അള്ളാഹുവിനോടായി തീരുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഈ ഒരു ആയത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് യുദ്ധരംഗത്തേക്ക് അവർ ഇറങ്ങി വരുന്നത്. ആർത്തുല്ലസിച്ച് വരുന്ന തിരമാലകളെ പോലെയായിരുന്നു അവരുടെ വരവ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിയ്യത്ത് അള്ളാഹുവിലും അവൻ്റെ റസൂലിലും ആയിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇസ്ലാമിക യോദ്ധാക്കളെ സംബന്ധിച്ചിടത്തോളം പീഡിതരുടെയും മർദ്ദിതരുടെയും മോചനമായിരുന്നു അവരുടെ ലക്ഷ്യം. ധർമ്മസമരത്തിൻ്റെ, യുദ്ധത്തിൻ്റെ ലക്ഷ്യം പരിശുദ്ധമായ ഖുർആൻ അങ്ങനെയാകുന്നു പറഞ്ഞത്. നിങ്ങൾക്കെന്തു പറ്റി? മർദ്ദിതരും അടിച്ചമർത്തപ്പെട്ടവരുമായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നില്ല? അവരാണെങ്കിൽ അക്രമികളുടെ ഈ നാട്ടിൽ നിന്നു ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ, ഞങ്ങൾക്കൊരു മോചകനെ നീ നിയോഗിച്ചു തരയണമേ, നിൻ്റെ വകയായി നീ ഞങ്ങൾക്കൊരു സഹായിയെയും അയച്ചു തരയണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയുമാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. അപ്പോൾ അല്ലാഹു തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ യോദ്ധാക്കളോട് ഈ രൂപത്തിൽ നിങ്ങളുടെ സ്ത്രീകളെയും നിങ്ങളുടെ കുട്ടികൾക്കും വേണ്ടി എന്തുകൊണ്ട്
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്തിരുന്നില്ല. നിങ്ങൾ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗമാകുന്നു, നിങ്ങൾ മർദ്ദിതരാകുന്നു, നിങ്ങൾ 13 വർഷവും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ജീവിച്ചവരാകുന്നു. അതുകൊണ്ട് റബ്ബ് തആല യുദ്ധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുവരെ ക്ഷമയും സഹനവുമായിട്ട് അവർ കഴിഞ്ഞുകൂടുകയായിരുന്നു സ്വന്തം വീടുകളിൽ. പക്ഷേ അള്ളാഹുവിൻ്റെ ഈ പ്രഖ്യാപനം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധത്തിനുള്ള വിളിയാളം, ഇതൊക്കെയായപ്പോൾ അള്ളാഹുവിൻ്റെ മാത്രം നിയ്യത്ത് ചെയ്തുകൊണ്ട് യുദ്ധത്തിൽ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ, അഥവാ ഭൗതിക താല്പര്യങ്ങളൊന്നുമില്ലാതെ അവർ ഇറങ്ങിപ്പുറപ്പെട്ടു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളിയാളം കേട്ട്. അതിനെക്കുറിച്ചാണ് ഭൂമിയിൽ അക്രമവും മർദ്ദനവും അവസാനിപ്പിച്ചു ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുക. ഇതാണ് അവരുടെ ലക്ഷ്യം. നല്ല നിലയിൽ ഭൂമിയിൽ ജീവിക്കാൻ കഴിയണം. പരസ്പരം പൊരുതുന്ന ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പൊരുതിയിരുന്ന, യുദ്ധം നയിച്ചിരുന്ന, വാളെടുത്തിരുന്ന, അമ്പെയ്തിരുന്ന ഒരു ജനവിഭാഗത്തെ പരസ്പരം സഹോദരങ്ങളാക്കി മാറ്റി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അപ്പോൾ ഈ ലക്ഷ്യമായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം. അതിലൂടെ അവരാഗ്രഹിച്ചത് അത് മാത്രമായിരുന്നു. ഇതാണ് മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഈ വരികളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. കഅന്നമദ്ദീനു ലൈഫുൻ ഹല്ല സാഹതഹും ബികുല്ലി ഖർമിൻ ഇലാ ലഹ്മിൽ ഇദാ ഖരീം യജുറു ബഹറ ഖമീസിൻ ഫൗഖ സാബിഹതി യർമി ബിമൗജിൻ മിനൽ അബ്താലി മുൽതതിമീം മിൻ കുല്ലി മുൻതദിബിൻ ലില്ലാഹി മുഹ്തസിബി യസ്തു ബിമുസ്തസിലിൻ ലിൽകുഫരി മുസ്തലമീം. അള്ളാഹുവിൽ നിന്ന് കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ് കുഫറിൻ്റെ അടിവേരെറുക്കാൻ ആയുധങ്ങളുമായി അവർ പരാക്രമണം നടത്തുന്നത്. മറ്റ് ചിന്തകൾ ഒന്നുമുണ്ടായിരുന്നില്ല. ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരായിരുന്നില്ല മറ്റുള്ള സൈന്യങ്ങളെപ്പോലെ. കാരണം എങ്ങനെയെങ്കിലും റിക്രൂട്ട്മെൻറ്റിൽ നിന്ന് താൻ തള്ളപ്പെട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നവരാരും കൊതിച്ചിരുന്നില്ല. മറിച്ച് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ യുദ്ധത്തിലേക്ക് എന്ന് വിചാരം ഉള്ളവരായിരുന്നു മഹാന്മാരായിരിക്കുന്ന സഹാബത്ത്. അതുകൊണ്ട് തന്നെ അവരുടെ യുദ്ധങ്ങളത്രയും പടച്ച തമ്പുരാൻ്റെ പ്രീതിക്ക് വേണ്ടിയായി. യുദ്ധം നടത്തുമ്പോൾ കുഫറിൻ്റെ നാട്ടിൽ അവർ മാർച്ച് ചെയ്യുമ്പോൾ ഈ കുഫർ ഇവിടുന്ന് അവസാനിപ്പിക്കണം. ഇത് ഇനി ഒരിക്കലും ഇവിടെ മുളച്ച് പൊന്താൻ പാടില്ല. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മുദ്രാവാക്യമാകണം ഇവിടെ മുഴങ്ങി കേൾക്കേണ്ടത്. ഇവിടെ സ്ത്രീകൾക്കും ഇവിടെ പാവപ്പെട്ടവർക്കും മർദ്ദിതർക്കും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയാകുന്നു ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. അതുതന്നെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നതല്ല യുദ്ധം. ഞങ്ങൾ അതിഥികളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നവരാണ്. പക്ഷേ അതിഥി സ്നേഹം നിങ്ങൾ കാണിച്ചില്ല, നിങ്ങൾ ആതിഥ്യ മര്യാദ നിങ്ങൾക്ക് ഉണ്ടായില്ല എന്നതാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഈ വരികളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിന് ഇവിടെ അവസാനം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.